ഹായ് ഹലോ നമസ്കാരം. മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. രോഹിത്തിന് ജാമ്യം കിട്ടി. ഒരിക്കലും അലീന പറഞ്ഞു കൊടുത്തിട്ടല്ല ശരണ്യ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സത്യം തുറന്നു പറഞ്ഞത് തൻ്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത നിരപരാധിയായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കുന്നത് പോലെ തോന്നിയിട്ട് തന്നെയാണ് ശരണ്യ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിയത്, സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിൻ്റെ പേരിൽ ശരണ്യയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം ശരണ്യ നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ അമ്മയോടും കുടുംബക്കാരോടും ശരണ്യ ചോദിച്ച ഒരൊറ്റ ചോദ്യം, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിരപരാധിയായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കണമായിരുന്നു. ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇപ്പോൾ ഞാൻ സത്യം തുറന്നു പറയാതെ രോഹിത്തും കുറ്റക്കാരനാണെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ രോഹിത്തും താൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ എല്ലാവരുടെ മുന്നിൽ താൻ നാണം കെട്ടില്ലേ എന്ന് ആലോചിച്ച് ഓരോ ദിവസവും സങ്കടപ്പെടണമായിരുന്നു. രോഹിത്തിനെ കുറ്റക്കാരനാക്കിയല്ലോ, സത്യം തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന ആ ഒരു വീർപ്പുമുട്ടലോടുകൂടി ഞാൻ ജീവിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ എനിക്ക് ആ ഒരു സങ്കടമില്ല. തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷ അനുഭവിച്ചു, അല്ലാത്തവർ നിരപരാധികളാണെന്നും അവർ ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു. എനിക്കും സമാധാനം, രോഹിത്തിനും സമാധാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഈ ശരണ്യയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടി. ശരണ്യയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും ഒന്നും പറഞ്ഞില്ല. കാരണം നിരപരാധിയായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കണമോ എന്നുള്ള ശരണ്യയുടെ ചോദ്യം അവരെ വല്ലാതെ ഞെട്ടിച്ചു. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ പോയപ്പോഴും അലീനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശരണ്യ തീരുമാനിച്ചു. അപ്പോൾ കൃഷ്ണയോട് ശരണ്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അലീന. അവിടെ സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവിടെ വേദന അനുഭവിക്കുമല്ലോ, എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനയ്ക്ക് ശരണ്യയുടെ കോള് വരുന്നത്. അങ്ങനെ അലീന എടുത്ത് സംസാരിച്ചപ്പോൾ അവിടുത്തെ സംഭവങ്ങളെല്ലാം ശരണ്യ തുറന്നു പറയുകയും, പക്ഷെ എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. എൻ്റെ മനസാക്ഷിയോട് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ചേച്ചി പറഞ്ഞ ഒരൊറ്റ ഉത്തരമാണ്. ചേച്ചി പറഞ്ഞില്ലേ നിൻ്റെ മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞതെന്നും ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ടെന്നും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിരപരാധിയായിട്ടുള്ള രോഹിത്തിനെ ശിക്ഷിക്കണമോ എന്നുള്ള ചോദ്യം അവരെ വല്ലാതെ ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ അവരൊന്നും പറഞ്ഞില്ല. എനിക്കും കുറച്ച് സമാധാനമുണ്ടെന്ന് ശരണ്യ പറഞ്ഞു. മാത്രമല്ല, ചേച്ചി ഇനി എന്നെ ഇങ്ങോട്ട് കാണാൻ വരണ്ട, കാരണം അവരിനി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം, എന്നെ വിളിക്കണമെന്ന് ശരണ്യ അലീനയോട് പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. അലീനയ്ക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത് ഇത്രയും നേരം ശരണ്യ അവിടെ എല്ലാവരും ശരണ്യയെ കുറ്റപ്പെടുത്തും. അപ്പോൾ താൻ കാരണമാണ് ശരണ്യ ഇതെല്ലാം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ താൻ കാരണമാണ് എന്നുള്ള ഒരു ഫീലിംഗ് അലീനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി കാരണമല്ല, തൻ്റെ മനസാക്ഷിക്ക് തോന്നിയതാണ് ഞാൻ തുറന്നു പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ, ചേച്ചി കാരണമാണത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശരണ്യയുടെ ആ വാക്കുകൾ അലീനയെ വല്ലാതെ വേദനിപ്പിച്ചു. നല്ല സന്തോഷം തോന്നി. പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബബിത വൈജയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈജയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരു കാരണവശാലും അവരിങ്ങോട്ട് അതായത് അലീനയാണ് എല്ലാത്തിനും പിന്നിൽ. അലീനയും അച്ഛനും കൂടിയാണ്. ഇപ്പോൾ രോഹിത് രക്ഷപ്പെട്ടു എന്ന് വൈജയന്തിയെ സന്തോഷിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ആ ഒരു വാർത്ത. രോഹിത് രക്ഷപ്പെട്ടു, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവിടെ രോഹിത് രക്ഷപ്പെട്ടുവെങ്കിലും വൈജയന്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ബാലചന്ദ്രനൊപ്പം അലീന അവിടെ ജയിലിലേക്ക് പോയതാണ്. അതായത് കോടതിയിലേക്ക് പോയതാണ് വൈജയന്തിയെ വല്ലാതെ ഞെട്ടിച്ചത്. എവിടെ പോയാലും എന്തിനാണ് ബാലചന്ദ്രൻ അലീനയും കൊണ്ടുപോകുന്നത് എന്നാണ് വൈജയന്തിയുടെ ചോദ്യം. ഇനി നാളെ തന്നെ ഇപ്പോൾ രോഹിത്തിനെ ജാമ്യത്തിൽ വിടുമല്ലോ, അപ്പോൾ നാളെ തന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമല്ലോ. ആ സമയത്ത് അലീന പോകുന്നതിന് മുന്നേ തന്നെ നീ ഡ്രസ്സ് മാറി കാറിൽ കയറിയിരിക്കണം. എന്നിട്ട് നീ കാറിൽ കയറി ഇരുന്നിട്ട് അലീനെ അച്ഛനൊപ്പം വിടരുത്. നീ രോഹിത്തിനെ കൊണ്ടുവരണം. രോഹിത്തിനോട് നീ കുറച്ചുകൂടി അടുക്കണം. അതായത് രോഹിത്തിനോട് അമ്മ അന്വേഷിച്ചെന്ന് പറയണം. രോഹിത്തിനെ എനിക്ക് ഫോൺ വിളിച്ച് തരണം. എന്നിട്ട് രോഹിത്തിൻ്റെ കയ്യിൽ നീ ഫോൺ കൊടുക്കണം. എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് വൈജയന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരി അമ്മയെന്ന് പറഞ്ഞ് ബബിത കോള് കട്ട് ചെയ്തു. ബബിതയുടെ മനസ്സിൽ അലീന ഒരിക്കലും ഒരിടത്തും മുന്നേറി വരാൻ പാടില്ല. അലീന കാരണമല്ല രോഹിത് രക്ഷപ്പെട്ടത്, ഞങ്ങൾ കാരണമാണ് എന്ന് രോഹിത് വിചാരിക്കണം, അങ്ങനെ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബബിത ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതായത് അലീന എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അത് ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ബബിതയുടെ മനസ്സിൽ. പക്ഷേ ഈ സമയത്തും രോഹിത് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ കമൽ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അലീനയാണ് എല്ലാത്തിനും കാരണം, അലീന ശരണ്യെ വശീകരിച്ചതാണ്, അതുകൊണ്ടാണ് രോഹിത് രക്ഷപ്പെടാൻ കാരണം, അല്ലാതെ വേറൊന്നുമല്ല. രോഹിത് കുറ്റക്കാരനല്ല എന്ന് ശരണ്യെ പറഞ്ഞത്
രോഹിത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ ഹരിക്കൊപ്പം രോഹിത്തും തെറ്റ് ചെയ്തു എന്നും രോഹിത്താണ് ഹരിയെ വിളിച്ചുകൊണ്ട് പോയത് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും കമല. എന്നാൽ വൈജയന്തി കമലയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും കടപ്പാട്ടൂരാണെങ്കിലും കൊല്ലപ്പള്ളിയിലാണെങ്കിലും സംഘർഷങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? രോഹിത്തിനെ രക്ഷിച്ചതിന്റെ പേരിൽ ഇപ്പോൾ കമല കയറും പൊട്ടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഹിത് തൻ്റെ ചേച്ചിയെ തിരിച്ചറിയുമോ? ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് ലാഗായിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാണ്. എന്തായാലും ഇനി കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ രോഹിത്തിനെയും ബബിതയും ബാലചന്ദ്രനോട് ചേർന്ന് തന്നെയാണ് ജയിലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ബബിതയോട് സംസാരിക്കാനായിട്ടോ ഒന്നും രോഹിത് തയ്യാറല്ല. വീട്ടിൽ വന്നതിന് ശേഷവും ആരോടൊന്നും സംസാരിക്കാതെ റൂമിൽ കയറിപ്പോയി. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബബിത വൈജയന്തി വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് രോഹിത്തിന്റെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ വരെ തട്ടിയെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുകൊടുത്ത് രോഹിത്തിനെ വിളിച്ച് അലീന ഭക്ഷണം കൊണ്ടുകൊടുത്തു. പക്ഷേ ആ ഭക്ഷണം വരെ തട്ടിയെറിഞ്ഞിട്ട് മനുഷ്യന് സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. ജയിലിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് വീണ്ടും തട്ടിക്കയറുകയാണ്. അതായത് ജയിലിൽ നിന്ന് തിരികെ വന്നു, ജാമ്യം കിട്ടി, താൻ രക്ഷപ്പെട്ടു, മറ്റുള്ളവരുടെ മുന്നിൽ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞുവെങ്കിൽ പോലും രോഹിത്തിന്റെ മനസ്സിൽ മറ്റുള്ളവരുടെ മുന്നിൽ താൻ നാണം കിടത്തില്ലേ, ആരും തന്നെ വിശ്വസിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. പിന്നെ അലീന തന്നോട് അലിവ് കാണിക്കുന്നുണ്ട്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പോലും രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല, അതായത് രോഹിത്തിനെതിരെ പരാതി കൊടുക്കാനായിട്ട് അലീന തയ്യാറായിരുന്നില്ല. അപ്പോൾ രോഹിത് ഇത്രത്തോളം അലീനയോട് തെറ്റുകൾ ചെയ്തിട്ട് പോലും തന്നോട് അലീന അലിവാണ് കാണിച്ചത്. അതാണ് രോഹിത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വൈജയന്തി അലീനെ ദ്രോഹിക്കുകയാണ്. എന്നാൽ തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് രോഹിത് തന്നെ തൻ്റെ അമ്മയ്ക്കെതിരെ പോരാടാനായിട്ട് തയ്യാറാവുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.